ഇവന്മാരെന്താ ഇങ്ങോട്ട്? എന്തോ ദുരുദ്ദേശം ഉണ്ടല്ലോ. എന്താ സാറേ ഈ വഴിക്കൊക്കെ? പഴയ കണക്കെല്ലാം തീർക്കാനാണോ? അതെടാ, ഞാൻ ചില കണക്കുകൾ തീർക്കാൻ തന്നെയാ വന്നത്. നീ എന്നെ പലതവണ അപമാനിച്ചു വിട്ടതല്ലേ? അതിന് തിരിച്ചൊരു പണി നിനക്ക് തന്നില്ലെങ്കിൽ ഞാൻ പോലീസുകാരനാന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താടാ കാര്യം? ഭാര്യ കമ്മീഷണറാന്ന് പറഞ്ഞ് നീ കുറെ ഷോ കാണിച്ചില്ലേ? അതിന്റെയൊക്കെ ഫലം നീ ഇപ്പൊ അനുഭവിക്കാൻ പോവാടാ. മഞ്ജു കമ്മീഷണർ ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഷോ കാണിക്കാൻ തുടങ്ങിയതല്ലേ സാറേ? നിന്റെ ആ ഷോയൊക്കെ ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിക്കുന്നുണ്ടടാ. അത് സെർച്ച് എന്ത് തരാനാ സാറേ ഈ ആവേശം കാണിക്കുന്നത്? അതൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. ഉടമസ്ഥന്റെ അനുവാദം ഇല്ലാതെ വീട്ടിലെ തിരച്ചിൽ നടത്തണമെങ്കിൽ സെർച്ച് വാറന്റ് വേണ്ടേ? അത്യാവശ്യ നിയമമൊക്കെ എനിക്കും അറിയാം. ഇത് നിന്റെ ഭാര്യ പഠിപ്പിച്ചതാണോ അതോ മജിസ്ട്രേറ്റ് മുകുന്ദൻ പഠിപ്പിച്ചതാണോ? എന്തായാലും നീ ഇത്രയും ചോദിച്ച സ്ഥിതിക്ക് അത് കാണിച്ചില്ല എന്ന് വേണ്ട. നീ ചോദിച്ച സെർച്ച് വാറന്റ് വായിച്ച് ബോധിച്ചോ? ഇനി ഞങ്ങൾക്ക് സെർച്ച് ചെയ്യാമല്ലോ. വേഗം സെർച്ച് ചെയ്യണോ? സാർ ഗിരിയേട്ട പോലീസ് എന്തിനാ വന്ന്? അറിയില്ല, സാറൊന്നും പറയുന്നുമില്ല. ഗിരിയേട്ടനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി മഞ്ജു ആയിരിക്കും സാറിനെ പണി ഏൽപ്പിച്ചത്. അങ്ങനെ അവര് പറയുന്ന കേട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചാ താൻ വിവരം അറിയും. നീ ആരുടെ ബലത്തിലാടാ ഈ ഷോ കാണിക്കുന്നത്? ഇങ്ങനൊരു തെരച്ചിൽ നടക്കുന്ന കാര്യം മഞ്ജു മാഡത്തിന് അറിയുക പോലുമില്ല. അല്ലെങ്കിലും ഭർത്താവിന്റെ വീട്ടിൽ തെളിവിനായി തെരച്ചിൽ നടത്താൻ പോകുമ്പോ ഭാര്യയെ വിളിച്ചറിയിക്കാൻ പറ്റുമോ? മഞ്ജു അല്ലെങ്കിൽ പിന്നെ ഗോപാൽജി പറഞ്ഞിട്ടായിരിക്കും സാർ ഇതെല്ലാം ചെയ്യുന്നത്. നിങ്ങൾ എന്തിനു വേണ്ടിയാ തിരയുന്നെങ്കിലും പറ. സാറേ സാറേ ഇത് കണ്ടോ കൊലയ്ക്ക് ഉപയോഗിച്ച. പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും കിട്ടി. എന്താണിത്? ഇതാണ് മാധവനെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധം. എനിക്കൊരബദ്ധം പറ്റിപ്പോകണം തന്നെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ കൊന്നിട്ട് നീ അങ്ങ് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു? ഈ കേസിൽ നിന്റെ ഭാര്യ പോലും നിന്നെ സഹായിക്കില്ല. അവിടെ അച്ഛനെ കൊന്ന് നീയാണെന്ന് തെളിയിക്കാൻ ഞങ്ങൾക്കിത് ധാരാളം മതിയടാ. സാറും ഗോപാലനും കൂടി ചേർന്ന് എന്നെ കൊടുക്കാനുള്ള പ്ലാനാണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് പിടിക്കണോ? നിനക്ക് അത്രമാത്രമല്ലേ മനസ്സിലായിട്ടുള്ളൂ? നീ ഞങ്ങളുടെ കൂടെ വാടാ. ഒരു പോലീസുകാരൻ പ്രതികാരം ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ കാണിച്ചു തരടാ. വാടാ. ഗിരിയേട്ടൻ ടെൻഷൻ അടിക്കണ്ട, ഞാൻ വക്കീലുമായിട്ട് വന്നോളാം. നീ എത്ര വലിയ വക്കീലിനെ കൊണ്ടുവന്നാലും ഒരു കാര്യമില്ല. ഈ കേസിൽ ഇവൻ കുടുങ്ങും. വേഗം പിടിച്ച് കയറണോ? നീയാണോ ആ ആയുധം ഇവിടെ ഒളിപ്പിച്ചത്? ഞാനോ? നിന്റെ അച്ഛനെ സഹായിക്കാൻ വേണ്ടി അയാളുമായിട്ട് വഴക്കിട്ടതുപോലെ അഭിനയിച്ച് ഈ വീട്ടിൽ കയറിക്കൂടി ഗിരിയേട്ടനെ കൊടുക്കാനുള്ള തെളിവ് ഇവിടെ ഇടായിരുന്നില്ലേ നിന്റെ ലക്ഷ്യം? എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശവുമില്ല. ഗിരി ഇവിടെ ഇല്ലെങ്കിലേ ഞങ്ങൾ സുരക്ഷിതരല്ല. അത് ശരിയാ. ഗിരിയേട്ടനെ പേടിച്ചിട്ടാ അച്ഛൻ ഇങ്ങോട്ട് വരാത്തത്. ഇനി അദ്ദേഹത്തിന് എന്തു ആവാം. നിങ്ങൾ കാരണം ഇതെല്ലാം സംഭവിക്കുന്നത്. ഞാനും ഗിരിയേട്ടനെ ഇവിടെ സമാധാനമായിട്ട് കഴിയായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങോട്ട് കെട്ടിയെടുത്ത് എല്ലാം നശിപ്പിച്ചു. ഗിരിയേട്ടന് നിങ്ങൾ കാരണം എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, നീ എന്തോ ചെയ്യും. കൂടുതൽ ഷോ കാണിക്കല്ലേ പെണ്ണെ. ഇത് എന്റെ വീടാ. ഇവിടെ എനിക്ക് തോന്നുമ്പോ വരെയും പോവുകയും താമസിക്കുകയും ഒക്കെ ചെയ്യാം. അത് ചോദിക്കാൻ നീ ആരാ?
ഗിരിയേട്ടന്റെ കുടുംബം തകർത്ത് കൂടെ താമസിക്കുന്ന ഒരു പരജീവി മാത്രം. ഏ, കൂടുതൽ ഷോയൊന്നും വേണ്ട. ഇപ്പൊ നീ ഈ വീട്ടിൽ കഴിയുന്നത് ഞങ്ങളുടെ അവതാരത്തിലാണെന്നുള്ള കാര്യം മറക്കണ്ട. കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ് നിനക്ക് നല്ലത്. വാ ബേബി. അവളുടെ ഒരു ഭീഷണി.